ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് വാർത്താ സമ്മേളനം നടത്തുകയാണ്. തത്സമയം വളരെ ഗുരുതരമായ സങ്കീർണമായ ഒരുപാട് പ്രശ്നങ്ങളെ നേരിടുകയാണ്. വാസ്തവത്തിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല ഒരു സംക്രമണ ഘട്ടത്തിലാണ്, ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിലാണ്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള നൂതനമായിട്ടുള്ള ഇടപെടലിലൂടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ അതിൻ്റെ തനിമയിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ പ്രവർത്തനത്തിലൂടെ വിദ്യാഭ്യാസ മേഖലയിൽ നിലനിൽക്കുന്ന വർത്തമാനകാല പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് അതിൻ്റെ തനതായ തലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് ആദ്യഘട്ടത്തിൽ ശ്രമിക്കുക. അതിൻ്റെ തനിമ വീണ്ടും എടുത്തതിന് ശേഷം തുടർഘട്ടങ്ങളിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസം എങ്ങനെ മുന്നോട്ട് പോകണമായിരുന്നുവോ ആ തരത്തിലേക്ക് കൊണ്ടുപോയി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ പണ്ട് ഉള്ളതുപോലെ മാതൃകാ മേഖലയായിട്ട് മാറ്റുക എന്നുള്ളതാണ് ആ മേഖലയിലെ ദീർഘവീക്ഷണം. ഈ ആശയത്തിൽ ആണ് വിദ്യാഭ്യാസ വകുപ്പ് പ്രവർത്തിക്കുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ ഈ കാര്യം വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആധുനികവൽക്കരണം എന്നത് അതുകൊണ്ട് തന്നെ രണ്ടാം ഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. ആ ആശയം പ്രാവർത്തികമാക്കുന്നതോടൊപ്പം കാർഷിക മേഖലയിലുള്ള ഇന്നത്തെ ഒരു തിരിച്ചടിക്ക് പരിഹാരം എന്ന രീതിയിൽ വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ കാർഷിക സംസ്കാരം വളർത്താനും ശ്രമിക്കും. അതുകൊണ്ട് ഉൽപ്പാദന മേഖലയെ ആധാരമാക്കിയിട്ടുള്ള അതിലൂന്നി നിന്നുകൊണ്ടുള്ള ഒരാധുനികവൽക്കരണ പ്രക്രിയയിലൂടെയാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ശ്രമിക്കുന്നത്. ചോദ്യങ്ങളാണ്. ഓട്ടോണമസ് കോളേജ് എഞ്ചിനീയറിംഗ് ഏറ്റവും കൂടുതൽ വാർത്ത വരുന്നത് സെവറൽ കോളേജസ് ആർ ക്ലോസിംഗ് ഒന്ന്. പിന്നെ ക്വാളിറ്റി ഓഫ് സ്റ്റുഡൻസ് ഇസ് വെരി പുവർ, ഒരു എംപ്ലോയബിലിറ്റി ഇല്ല. ഇതിന് എന്താണ് നിങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ പോളിസി, എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ സ്പെസിഫിക്കായിട്ട് അത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞതിൽ അതുണ്ട്. അതായത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസം ശരിക്ക് 1957 ഭൂപരിഷ്കരണാശയവും അതിനു മുമ്പുള്ള നവോത്ഥാനാശയവും ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസം മതനിരപേക്ഷ ജനാധിപത്യ വിദ്യാഭ്യാസമാണ്, സെക്യുലർ ആൻഡ് ഡെമോക്രാറ്റിക് എഡ്യൂക്കേഷൻ. അപ്പം ആ സങ്കല്പത്തിലുള്ള വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ വരുന്ന തലമുറ നേരത്തെ പറഞ്ഞ ഈ പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു തലമുറയാകും. അതുകൊണ്ടാണ് കേരളത്തിൽ പണ്ട് 10-25 വർഷം മുൻപ് കേരളത്തിൽ ഈ എംപ്ലോയബിലിറ്റിയുടെ പ്രശ്നമോ സാംസ്കാരിക പ്രശ്നങ്ങളോ കാർഷിക തകർച്ചയോ ഒന്നുമില്ലാതെ നമ്മൾ മുന്നോട്ട് പോയിരുന്നു. പക്ഷേ 91 പുതിയ സാമ്പത്തിക നയം ന്യൂ ലിബറൽ പോളിസി വന്നതിന് ശേഷം ഈ പറയുന്ന സെക്യുലർ ആൻഡ് ഡെമോക്രാറ്റിക് എഡ്യൂക്കേഷൻ എന്ന സങ്കല്പത്തിൽ നിന്ന് പലതരത്തിലുള്ള ഡീവിയേഷൻസ് ഉണ്ടാവുകയാണ്. വർഗീയവൽക്കരണമുണ്ട്, കമ്പോളവൽക്കരണം പ്രധാനമായിട്ടുണ്ട്. അത്തരത്തിലുള്ള ആ മെയിൻ സ്ട്രീം ചിന്തയിൽ നിന്നുള്ള ആശയത്തിൽ നിന്ന് ഡീവിയേഷൻ കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് കേരളത്തിൽ പിന്നീട് വിദ്യാഭ്യാസ മേഖലയിൽ വന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഓട്ടോണമസ് കോളേജിലും സ്വാശ്രയ കോളേജും ഒക്കെ കേരളത്തിൽ വരുന്നത്. പലതരത്തിലുള്ള കച്ചവട രീതികൾ കേരളത്തിൽ വന്നു പോയത് അതിൻ്റെ ഭാഗമായിട്ടാണ്. അതിൻ്റെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വഴി ആ ഒരു പ്രശ്നം മാത്രം എടുത്ത് പരിഹരിക്കുക എന്നുള്ളതല്ല, മറിച്ച് എവിടെ നിന്നാണോ ഈ ഡീവിയേഷൻ ഉണ്ടായത് അതെല്ലാം തിരിച്ച് പഴയ സെക്യുലർ ആൻഡ് ഡെമോക്രാറ്റിക് എഡ്യൂക്കേഷൻ സങ്കല്പത്തിലേക്ക് വിദ്യാഭ്യാസത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ്. തിയററ്റിക്കലായിട്ടുള്ള സമീപനം അങ്ങനെയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു തിരിച്ചുവരവിലൂടെ മാത്രമേ, തിരിച്ചുവരവ് എന്ന് വെച്ചാൽ പുറകോട്ട് പോക്കല്ല, സങ്കല്പത്തിലേക്ക് തിരിച്ചു വരൂ, അതേസമയം മുന്നോട്ട് പോകും. അതിലൂടെ മാത്രമേ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുള്ളൂ. നിലവിലുള്ള എല്ലാം ഇല്ലാതാക്കുമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. നിലവിലുള്ള സ്ഥാപനങ്ങളൊക്കെ നിലനിർത്തുമ്പോൾ തന്നെ അതിലെ വിദ്യാഭ്യാസ സങ്കല്പങ്ങളെ മാറ്റിയെടുത്തുകൊണ്ട് അതിൻ്റെ യഥാർത്ഥ സൈദ്ധാന്തികമായിട്ടുള്ള വിദ്യാഭ്യാസ തലത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ദീർഘകാല ശ്രമം നടത്തും.
അതിന് വലിയൊരു ഒരു 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 മാസ്റ്റർ പ്ലാൻ തന്നെ വേണ്ടി വരും. അപ്പം അത്തരത്തിലുള്ളൊരു സമീപനത്തിലൂടെയാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. യെസ്. എഞ്ചിനീയറിംഗ് കോളേജുകൾ കൂട്ടാൻ ഹൈക്കോടതി പറഞ്ഞിരുന്നു. നിലവാരമില്ലാത്ത എഞ്ചിനീയറിംഗ് കോളേജുകൾ 5% 20% താഴേക്കാണ് വിജയം. പക്ഷേ ആ കോളേജുകൾക്ക് ഇപ്പോൾ 2016 വരെയാണ് കഴിഞ്ഞ സർക്കാർ സമയപരിധി കൊടുത്തത് മെച്ചപ്പെടുത്തിയതായിട്ട് നമ്മൾ റിസൾട്ട് നോക്കുമ്പോൾ ബിടെക്കിന്റെ റിസൾട്ട് നോക്കുമ്പോഴാണ് അവയെ എന്ത് ചെയ്യും? അല്ല, അത് ഞാൻ ഇത് രണ്ട് തരത്തിൽ കാണണം. ഇതൊരു വിദ്യാഭ്യാസ മേഖലയാണ്. വളരെ ഒരു സ്കൂൾ പൂട്ടാൻ കോടതി അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ പൂട്ടേണ്ടി വരും. അതും ഇതുമായിട്ട് ബന്ധിപ്പിക്കരുത്. രണ്ടാണ്. മനസ്സിലായി, അതാണ് അവിടെ ചോദിച്ചത്. അതെ, അതെ, അതാണ് ഞാൻ ഉത്തരം പറയട്ടെ. ഓക്കെ, പുതിയ അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു ഇഷ്യൂവിനെ ആ ഒരു ഇഷ്യൂ മാത്രമായിട്ടെടുത്ത് സൊല്യൂഷൻ കണ്ടിരുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ തീരാത്തത്. പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടാവും. ഒരു ഇഷ്യൂ എന്നത് ഒരു ബേസിക് ഇഷ്യൂവിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. ആ ഇഷ്യൂ മാത്രമാണ് പ്രശ്നം വെച്ച് തീർക്കാൻ ശ്രമിച്ചാൽ അതേ ഇഷ്യൂ വേറെ ഒരിക്കലുണ്ടാവും. അപ്പോൾ അത് വളരെ തിയററ്റിക്കലായിട്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാമെന്ന് ഞാൻ കരുതുന്നില്ല. ആഴത്തിൽ മനസ്സിലാക്കിയാൽ ആർക്കും കഴിയില്ല. അതുകൊണ്ട് വളരെ ആസൂത്രിതമായി ഓരോ വിഷയവും മനസ്സിലാക്കിക്കൊണ്ട് അത് എന്തുകൊണ്ടുണ്ടായി. അസുഖം എന്തെങ്കിലും വന്നാൽ, പനി വന്നു കഴിഞ്ഞാൽ പനിക്ക് മരുന്ന് കഴിച്ചാൽ പനി മാറും. പക്ഷെ അത് എന്തുകൊണ്ട് പനി വന്നു എന്നുള്ള ഒരു വിഷയത്തിലേക്കുള്ള ചിന്ത പോയാലേ നാളെ പനി വരാതിരിക്കുള്ളൂ. എന്നതുപോലെ ഓരോ ഇഷ്യൂ ചിലപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു കോളേജ് പൂട്ടണം, ഒരു സ്കൂൾ പൂട്ടണമെന്ന് കോടതി ഇടപെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പൂട്ടേണ്ടിലേക്ക് വരും. നിലവിലുള്ള കോളേജുകളുടെ മെച്ചപ്പെടുത്തുക എന്ന പ്രക്രിയ എങ്ങനെ വേണം എന്നുള്ളത് ഒരു ക്യാപ്സ്യൂൾ പോലെ പറയാൻ കഴിയില്ല. അത് നല്ലപോലെ പഠിച്ച് അതിനൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കേണ്ടി വരും. ഇപ്പോൾ സ്കൂളുകളാണെങ്കിൽ ഇപ്പം എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം. കൊടാലി സ്കൂള് എൻ്റെ മണ്ഡലത്തിലൊരു സ്കൂളാണ്. അത് കുട്ടികൾ കുറഞ്ഞു വന്ന് അൺഇക്കണോമിക് ആകുമോ എന്ന് സംശയം തോന്നിയൊരു സ്കൂളാണ്. ആ സ്കൂളിൽ ഇടപെട്ട് ഇന്ന് ഫെബ്രുവരി മാസത്തിൽ 1ാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനം നിർത്തിവെക്കാൻ പാടില്ല സ്കൂളിൽ. പക്ഷേ അവിടെ സ്ഥലമില്ല എന്നുള്ളതുകൊണ്ട് അത് മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണ്. അട്ടക്കുളങ്ങര സ്കൂള് അങ്ങനെ മെച്ചപ്പെടുത്തിയതാണ്. പിന്നെ മാരാരിക്കുളത്തെ സ്കൂള്. അപ്പോൾ എൻജിനീയറിംഗ് കോളേജിൽ ഇപ്പോൾ കുട്ടികൾ കുറഞ്ഞു വരുന്നു എന്നുള്ളത് കൊണ്ട് ആ എൻജിനീയറിംഗ് കോളേജിലൊക്കെ പൂട്ടണം എന്നുള്ളൊരു സങ്കല്പമൊന്നും നമുക്ക് നിലനിർത്താൻ കഴിയില്ല. അതെങ്ങനെ മെച്ചപ്പെടുത്താം? അക്കാഡമിക് ഇൻപുട്ട് കൊണ്ടുള്ള കുറവാണോ, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി കൊണ്ടുള്ള കുഴപ്പമാണോ, ലബോറട്ടറിയുടെ പ്രശ്നമാണോ, ടീച്ചിങ് പ്രശ്നമാണോ, അവരെ അപ്ഡേഷൻ ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണോ, അതോ മറ്റേ ലൊക്കേഷൻ്റെ പ്രശ്നമാണോ? അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ഈ കോളേജിലത്തെ പ്രശ്നം പോലെയല്ല മറ്റൊരു കോളേജിൽ കുട്ടികൾ ഇല്ലാതാകുന്നു. കുട്ടികളൊരു കോളേജിൽ ഇല്ലാതാകുന്നു എന്നുള്ളത് മാത്രം ഒരു ഇഷ്യൂ ആയിട്ട് എടുത്താൽ അത് എന്തുകൊണ്ട് ഇല്ലാതാകുന്നു എന്നുള്ള ആഴത്തിലൊരു പഠനം വേണം. അത് ഇതുവരെ നടന്നിട്ടില്ല. വിദ്യാഭ്യാസ മേഖലയിൽ അങ്ങനെ ഇടപെട്ടിരുന്നില്ല. ഇടപെട്ടുന്നത് ഇഷ്യൂ ബേസ്ഡാണ്. ഇഷ്യൂ ബേസ്ഡായിട്ട് അത് പരിഹരിക്കാൻ എന്തെങ്കിലും ഒരു ശ്രമം നടത്തി കഴിഞ്ഞാൽ അതേ ഇഷ്യൂ മറ്റൊരു ദിക്കിലുണ്ടാകും. ആ ഇഷ്യൂവിൻ്റെ ബേസ് എന്താണ്, തിയറിറ്റിക്കൽ ബേസ് എന്താണ് എന്നറിഞ്ഞ് അത് സോൾവ് ചെയ്യാൻ ശ്രമിച്ച് ഈ പ്രശ്നം തീരും. എല്ലാ ദിക്കിലും അങ്ങനെയല്ല സയൻറ്റിഫിക് ആയിട്ട് ഇടപെടുക. ആ ഒരു സമീപനം വിദ്യാഭ്യാസ മേഖല ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വിമർശനം. അതുണ്ടാക്കാനുള്ള ശ്രമമാണ് ഇടതുപക്ഷ ജനാധിപത്യം. അത് വളരെ സയൻറ്റിഫിക് ആയിട്ട് ചെയ്യും, ഒരു സംശയം വേണ്ട. കോളേജ്, സ്കൂള് ഇതൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിട്ട് കാണുന്നത്, കച്ചവട സ്ഥാപനങ്ങളായിട്ടല്ല കാണുന്നത്. അപ്പം അതുകൊണ്ട് കുട്ടികൾ കുറഞ്ഞു എന്നുള്ളതുകൊണ്ട് അത് പൂട്ടുക എന്നുള്ള നിലപാടിലേക്കല്ല. കുട്ടികൾ അവിടെ വർത്തിക്കാൻ എന്താ ചെയ്യേണ്ടത്, അത് ഓരോ സ്കൂളിനെയും വിശദമായി പഠിച്ച് ആ സ്കൂളിന് പ്രത്യേക പാക്കേജ് തയ്യാറാക്കേണ്ടി വരും. ഇപ്പോൾ കൊടാലി സ്കൂളിൻ്റെ പ്രശ്നം ഇവിടെ വട്ടക്കര സ്കൂളിൽ നടത്തിയാൽ ചിലപ്പോൾ കുട്ടികൾ കൂടിയെന്ന് വരില്ല. അപ്പോൾ ഓരോ ദിക്കിലും ഓരോ തരത്തിൽ ശ്രമിക്കും. തീർച്ചയായും, യെസ്, ഓഫ് കോഴ്സ്. മാസ്റ്റർ പ്ലാൻ ബേസിക് ആയിട്ട് ബേസ് ഡേറ്റ കളക്ട് ചെയ്യാൻ പോവുകയാണ്. മീറ്റിംഗ് കഴിഞ്ഞതിന് ശ്രമം നടന്നു തുടങ്ങി. Within 1 year. The master plan will be. Yes, no. To prepare master, just to collect the basic data.
ജസ്റ്റ് എടുക്കും. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ പുനരുദ്ധരിക്കാൻ നല്ല ശ്രമം നടക്കേണ്ടി വരും. ടൈം എടുത്ത് പഠിച്ച് ബേസിക്കായിട്ട് പഠിച്ച് തന്നെ വേണ്ടി വരും. കാരണം അത്ര തകർന്നു കിടക്കുന്നൊരു മേഖലയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഓട്ടോണോമസ് കോളേജസ് അനുവദിച്ചിരുന്നു. അപ്പം ഞാൻ കേൾക്കേണ്ടി കിട്ടിയ കുറച്ച് കോളേജുകളെ ഈ നോമിനേറ്റ് ചെയ്യുമ്പോഴേക്ക് ഈ സർക്കാരിന്റെ നോമിനേറ്റ് പട്ടികയിലേക്ക് നോമിനേറ്റ് ചെയ്തിരുന്നു. ആ കോളേജുകളോട് ഈ അവസരത്തിൽ നിന്നുകൊണ്ടുള്ള സർക്കാരിന്റെ നിലപാടെന്താണ്? ഇപ്പോഴത്തെ സ്റ്റാറ്റസ് നിലനിർത്തിക്കൊണ്ട് ഇപ്പോൾ നമുക്ക് ഈ പഠനം നടത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ ഏതെങ്കിലും കോളേജ് പൂട്ടിക്കൊണ്ടോ ഏതെങ്കിലും കോളേജ് പ്രത്യേകത എന്തെങ്കിലും അനുവദിച്ചുകൊണ്ടോ ഒരു സമീപനം എടുക്കാൻ കഴിയില്ല. ഫോർ ദ ടൈം ബീയിങ് എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ സ്റ്റാറ്റസ് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും നിങ്ങൾ ഇഷ്യൂ ബേസ്ഡാണ് ചോദിക്കുന്നത്. കേൾക്കണ്ട, ആ ഇഷ്യൂവിനൊരു ബേസ് ഉണ്ട്. അതാണ് ഇത് വിദ്യാഭ്യാസ മേഖലയാണ്. അത് സയൻറ്റിഫിക് അല്ല എങ്കിൽ അത് ഇനി ഇങ്ങനെ തന്നെ പോളൂ. എൻ്റെ അഭിപ്രായം അതാണ്. അതുകൊണ്ട് വളരെ നിങ്ങൾക്ക് എല്ലാവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. അത്ര ആഴത്തിൽ ഈ ഇഷ്യൂസ് എല്ലാം പഠിക്കും, സോൾവ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു എന്താണ് അനുഭവത്തിലൂടെ വിശ്വാസം. ഒരു സംശയവും വേണ്ട. ഇതെല്ലാം നിലവിലുള്ളതെല്ലാം ഇല്ലാതാക്കുക എന്നുള്ള നയമൊന്നുമില്ല. ഈ പ്രൊഫഷണൽ കോളേജുകളെയും മറ്റു കോളേജുകളെയും മാറ്റി നിർത്തിയാൽ നമ്മുടെ പ്രൈമറി വിദ്യാഭ്യാസവും സെക്കൻഡറി വിദ്യാഭ്യാസവും പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെയും സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെയും ഗുണനിലവാരം വളരെ താഴോട്ട് പോകും. 10ാം ക്ലാസ് എത്തുന്ന ഒരു കുട്ടിക്ക് പോലും അക്ഷരം നേരാവണ്ണം എഴുതാൻ അറിയാത്ത ഒരു രീതിയിലേക്ക് കേരളത്തിലെ വിദ്യാഭ്യാസം താഴ്ന്നു. ഇത് മാറ്റാൻ എന്താണ് സർക്കാരിന്റെ കയ്യിലുള്ള? അതെ, ഞാൻ അതൊരു ക്യാപ്സ്യൂളായിട്ട് ഇന്നതാണ് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞത് തന്നെയാണ് അതിന് ഉത്തരം. അതായത് ഒരു സ്കൂളിലെ കുട്ടികളുടെ പഠന നിലവാരം താഴെ പോകുന്നു എന്നുള്ളതിന് ഇത് തരത്തിൽ ഇത് ഉയർത്താമെന്ന് പറഞ്ഞാൽ അത് അൺസയൻറ്റിഫിക് ആണ്. അതെ, അല്ല. അതുകൊണ്ട് കേരളത്തിൽ എന്തുകൊണ്ട് ഭാഷാ പഠനം, ഞാൻ ഉദാഹരണം പറയാം. ഭാഷാ പഠനത്തിൻ്റെ ഇപ്പോഴത്തെ സിലബസ് ഭാഷ അത് ഇംഗ്ലീഷുണ്ട്, മലയാളമുണ്ട്. ആ ഭാഷാ പഠനത്തിൻ്റെ സിലബസ്, ആ കരിക്കുലത്തിലുള്ള പ്രത്യേകത, അതിൽ കുറച്ച് ഞാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു 25 വർഷക്കാലത്തെ ഭാഷാ പഠനത്തിൻ്റെ രീതിശാസ്ത്രം പഠിച്ചാൽ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ പഠിച്ചിട്ടുണ്ട്. 25 വർഷത്തെ ഭാഷാ പഠനത്തിൻ്റെ രീതിശാസ്ത്രം പരിശോധിച്ചാൽ ഭാഷ പഠിക്കുന്നതിലേക്കല്ല ട്രസ്റ്റ് കൊടുത്തിട്ടുള്ളത് എന്ന് വ്യക്തമാവും. ക്ലിയർ? അപ്പോൾ ആ രീതിയിലുള്ള ഒരു പഠനത്തിലൂടെ എന്തുകൊണ്ടൊരു കുട്ടിക്ക് ഭാഷ പഠിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല ഭാഷയിൽ കുട്ടി പുറകോട്ട് പോകുന്നത്. ആ കുട്ടിക്ക് പണ്ട് ഭാഷ പഠിക്കാൻ പറ്റിയ കുട്ടിയുടെ കഴിവൊക്കെ ഇന്നത്തെ കുട്ടിക്കുണ്ട്. പക്ഷെ ആ കുട്ടി എന്തുകൊണ്ട് പുറകോട്ട് പോകുന്നു? അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇൻഡെപ്ത് ഒരു പഠനം ആവശ്യമുണ്ട്. ഭാഷാ പഠനത്തിൽ നമ്മുടെ രാജ്യത്ത് കാലത്തിനനുസരിച്ച് മാറ്റം വരേണ്ടിയിരുന്ന രീതിയിലാണോ മാറിയത് എന്ന് നല്ലപോലെ പഠിച്ചാൽ ഈ പ്രശ്നം കൃത്യമായിട്ടും പരിഹരിക്കാൻ കഴിയും. കരിക്കുലം മാറ്റേണ്ടി വരും, ട്രെയിനിങ്ങിൽ മാറ്റേണ്ടി വരും, മൊഡ്യൂളിൽ മാറ്റേണ്ടി വരും, ടീച്ചിങ് മൊഡ്യൂളിലും. പിന്നെ മറ്റൊന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി വളരെ ട്രസ്റ്റ് കൊടുത്തിട്ട് ഈ പിന്നെ 1-ാം തീയതിയിലത്തെ പരിപാടി മറ്റേ എന്താണ് ഈ പ്രവേശനോത്സവത്തിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ്, വളരെ ഊന്നി പറഞ്ഞ ഒരു കാര്യമാണ്, ഈ ടീച്ചർ സെൻറ്റേഡ് എഡ്യൂക്കേഷനിൽ നിന്ന് മാറണം. ഇന്നും കേരളം പ്രബുദ്ധമായ വിദ്യാഭ്യാസ മേഖലയിൽ പോലും ടീച്ചർ സെൻറ്റേഡ് എഡ്യൂക്കേഷൻ്റെ എലിമെൻറ്റ്സ് നിൽക്കുകയാണ് സ്റ്റിൽ. നിങ്ങൾ പറഞ്ഞ ആ മൂല്യച്യുതിയുടെ കാരണങ്ങളിൽ ഒന്ന് അതാണ്. യഥാർത്ഥത്തിൽ ഇന്ന് വേണ്ടത് ചൈൽഡ് സെൻറ്റേഡ് എഡ്യൂക്കേഷനാണ്. ഈ ചൈൽഡ് സെൻറ്റേഡ് എഡ്യൂക്കേഷനിലെ കോൺസെപ്റ്റ് അധ്യാപകർക്ക് മാത്രമല്ല, ഞാൻ ദേശാമാനി ഒരു ലേഖനം എഴുതിയിരുന്നു. അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് ആദ്യം, അതായത് ജൂൺ ജൂലൈ മാസങ്ങളിൽ മാതാപിതാക്കളെ വിളിച്ച് ക്ലാസ് കൊടുക്കാൻ ആദ്യം വേണ്ടത്. അവരെല്ലാം ചൈൽഡ് സെൻറ്റേഡ് എഡ്യൂക്കേഷൻ കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരണം. ചൈൽഡ് സെൻറ്റേഡ് എഡ്യൂക്കേഷൻ കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരിക എന്ന ആ വിദ്യാഭ്യാസ പ്രക്രിയയുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് പാഠപുസ്തകങ്ങൾ പലതും തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അത് അപ്ലൈ ചെയ്യുന്ന ടീച്ചർക്കും അത് ഫോളോ ചെയ്യുന്ന മാതാപിതാക്കൾക്കും ഈ കോൺസെപ്റ്റ് ഇല്ലെങ്കിൽ ഇത് ഡൈവേർജ് ചെയ്ത് പോവുള്ളൂ. ഞാൻ സയൻസ് പറഞ്ഞ മനസ്സിലാവേണ്ടത് അതാണ്. പക്ഷേ ഒരു കാര്യം, ഈ 1 വർഷം എടുക്കും ഡേറ്റ കളക്ട് ചെയ്യാൻ, പിന്നെ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ 2 വർഷം, അല്ലെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തരും 3 വർഷം, 5 വർഷമാകുമ്പോൾ നിങ്ങളുടെ കാലാവധി കഴിയും. അപ്പോൾ ചോദ്യം, ഈ 2 വർഷം സ്റ്റാറ്റസ് കോ നിലനിർത്തുകയാണോ, ഇപ്പോഴും മാറ്റം വരും? അങ്ങനെയല്ല. ബേസ് ഇപ്പം നമ്മൾ പഠിക്കുമ്പോൾ സ്റ്റാറ്റസ് കോ എന്നുള്ളത്, പഠിക്കുന്ന സമയത്ത്
ഡ്യൂ കോഴ്സ് പഠിക്കുന്നതിലേക്ക് ചിലപ്പോൾ മാറ്റാൻ പറ്റുന്നുണ്ടാവാം. അത് നമുക്ക് മാറ്റിക്കൊണ്ടേയിരിക്കാം. അല്ലാതെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ അത് പഠിച്ച് കഴിഞ്ഞവരെയൊന്നും പറയില്ല. പക്ഷെ പഠിക്കുന്ന സമയത്ത് ഒരു അബ്രപ്റ്റ് ചേഞ്ച് എല്ലാത്തിലും കൊടുത്തത് കഴിയില്ല. അപ്പോൾ അത് പഠനമില്ലാത്ത മാറ്റമാണ്. പഠിക്കാതെ മാറ്റിയാൽ അത് വൈകല്യമുള്ളതാവും എന്നുള്ളതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അത് കണ്ടെത്തണം. അത് കൂടുതൽ ആൾക്കാരെ ജനക പങ്കാളിത്തത്തോട് നടത്തുള്ളൂ. നമ്മളിപ്പോൾ 4 ദിവസമായിട്ടുള്ളൂ ഞാൻ അവിടെ വന്നിട്ട്. ഇപ്പോൾ കോൺസെപ്റ്റ് യെസ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കോടിക്കണക്കിന് രൂപ ചെലവാക്കുന്നുണ്ട്. ഈ ശുചിമുറി അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല. കഴിഞ്ഞ തവണ ഡെഡ് ലൈൻ വെച്ചിട്ട് ഇത്ര കാലത്തിനുള്ളിൽ ചെയ്യുന്നുണ്ടോന്നും പരിശോധിക്കുന്ന മെക്കാനിസംസ് ഉണ്ടായിരുന്നു. ഈ അധ്യയന വർഷം ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു മോണിറ്ററിംഗ് ചെയ്യുന്നുണ്ടോ? ഇൻഫ്രാസ്ട്രക്ചർ മോണിറ്റർ ചെയ്യണം. അങ്ങനെയല്ല, അതിനിപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞു എത്ര ദിവസമായി? 4 ദിവസമല്ലേ? അതെ, 4 ദിവസമായിട്ടുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു ആശയമായിട്ടുള്ളൂ. ഓരോ സ്കൂളിനും മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ പോവാണ്. ഓരോ സ്കൂളിനും എന്ന് പറഞ്ഞു ഗവൺമെൻറ് എയ്ഡഡ് മറ്റൊന്നും നമുക്ക് എടുക്കുന്നില്ല. അതൊക്കെ എന്ത് വേണം എന്നൊക്കെ പിന്നെ ചിന്തിക്കുക. വേണം വേണ്ട എന്നൊന്നും ഇപ്പോൾ അതൊക്കെ പോളിസി മാറ്ററുകളാണ് വരുന്നത്. പക്ഷേ എയ്ഡഡ് സ്കൂൾ പ്രത്യേകിച്ച് ഫസ്റ്റ് പ്രയോറിറ്റി ഗവൺമെൻറ് സ്കൂൾ, ദെൻ എയ്ഡഡ് സ്കൂൾ. പബ്ലിക് സെക്ടർ വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. അത് ഈ 2 വർഷം 3 വർഷത്തിനുള്ളിൽ അത് ഏറ്റവും ആകർഷണീയമാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ഏറ്റവും ആകർഷണീയമാക്കും. അതിനുള്ള സിമ്പിൾ പ്രോസസ്സ് ഞാൻ പറയാം. വെരി സയൻറ്റിഫിക്. ഒരു സ്കൂളിന് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാവണം. ഒരു സ്കൂളിന്. അപ്പോൾ അവിടെ എത്ര സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ നിന്ന് കൊടുത്തുകൊണ്ടാണെങ്കിൽ ഈ 5 വർഷം കൊണ്ട് ഒരു പക്ഷേ ഇതെല്ലാം പൂർണ്ണമാക്കാൻ പറ്റിയെന്ന് വരില്ല. ദാറ്റ് ഡിപ്പെൻസ്. ബഡ്ജറ്റിൽ എങ്ങനെ പണം കണ്ടെത്തുന്നത്. പക്ഷേ ഫൈനാൻഷ്യൽ ഇൻ്റഗ്രേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൽ ചില പോർഷൻസ് പഞ്ചായത്തിന് ഇൻപുട്ട് കൊടുക്കാം. ചില പഞ്ചായത്ത്, അത് ഗ്രാമപഞ്ചായത്ത്, ദെൻ ബ്ലോക്ക് പഞ്ചായത്ത്, ദെൻ ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, അവർക്ക് ഈ പറയുന്ന വർക്ക് പ്ലാൻ ഫേസ്ഡ് ആയിട്ടുള്ള വർക്ക് പ്ലാനിൽ ഒരു വർഷത്തെ വർക്ക് പ്ലാനെ വീണ്ടും ഒന്ന് ഫ്രാഗ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പഞ്ചായത്തിന് ഇൻപുട്ട് കൊടുക്കാതുണ്ടാവും. ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തിന് MP, ദെൻ MLA, ദെൻ SSA, PTA, വോളണ്ടറി ഓർഗനൈസേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്ലസ് ഗവൺമെൻറ്. ആ രീതിയിലൊരു ഇൻ്റഗ്രേഷൻ വന്നാൽ തൂണിടിഞ്ഞു വീണു. അതന്നെ അവിടെ അതന്നെയാണ് ഈ വിഷയം. അല്ല, അത് പരിശോധന ഇങ്ങനെയാണ് നടത്തുക. അതിനാണത് പറയുന്നത്. അതിനല്ലേ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരിക്കലും അങ്ങനെ പോകല്ലേ. ഒരു ഇഷ്യൂ, അതൊരു ഇഷ്യൂ ആണ്. പക്ഷെ ആ ഇഷ്യൂവിനെ മാത്രം എടുത്ത് അവിടുത്തെ തൂണ് പരിഹരിക്കാൻ പോയാൽ വേറൊരു ഇഷ്യൂ തൂണ് വീഴും. അപ്പോൾ ഈ തൂണുകൾ മൊത്തം വീഴാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ. അതിപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറൽ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഇത് പെട്ട് കഴിഞ്ഞു. ഏത്? ഈ കെട്ടിടം പഴയതാണ്, വന്നു കെട്ടിടം നന്നാക്കണം എന്നുള്ളത് ഈ ഫേസ്ഡ് പ്ലാനിൽ ഒരു പോർഷനാവും. യൂറിനൽ നന്നാക്കണം എന്നുള്ളത് ചിലപ്പോൾ ഔട്ട്സൈഡ് ഇതായിരിക്കാം ചില ദിക്കിൽ. ആ യൂറിനൽ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോർഷൻ ചിലപ്പോൾ ഗ്രാമപഞ്ചായത്തിന് ഇൻപുട്ട് കൊടുക്കാൻ പറ്റും. ഞാൻ ക്ലിയർ ആക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു വലിയ ഇൻഫ്രാസ്ട്രക്ചർ മാറണമെങ്കിൽ എയ്ഡഡ് സ്കൂളാണെങ്കിൽ സർക്കാരിന് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് അത് തീർച്ചയായിട്ടും ഈ പ്ലാൻ ഉണ്ടാക്കിയാൽ അത് നമുക്ക് പരിശോധിക്കാൻ പറ്റും. അവരോട് പറയാം. അവർ പലർക്കും ഇത് തന്നെ അറിയില്ല. ഇങ്ങനെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയത് ഐ ഓപ്പണറാവും. മാനേജർക്ക് ഇത് ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. നമ്മൾ പ്ലാനിങ്ങിലൊരു അപകടം പ്രയോറിറ്റി കൃത്യമല്ല എന്നുള്ളതാണ്. പ്രയോറിറ്റി ഇല്ലാത്തതാണ് ഈ പ്രശ്നം. പ്രയോറിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആരാണോ അത് ലീഡ് ചെയ്യുന്നത് അവർക്ക് നമ്പർ 1, നമ്പർ 2, നമ്പർ 3 ഏതാണ് ചെയ്യണമെന്ന് അവർക്ക് ബോധ്യപ്പെടും. ആ പ്രയോറിറ്റി അവരുടെ മനസ്സിലേക്ക് എത്തിക്കാനേ ചില സ്കൂളുകളിൽ പറ്റുള്ളൂ. ചില സ്കൂളുകളിൽ നേരിട്ട് ഗവൺമെൻറ്റിനും ഇതൊക്കെ ഇടപെടാൻ പറ്റും. അപ്പോൾ ആ പ്രയോറിറ്റി എത്തിക്കൽ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയാലേ കഴിയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഓരോ സ്കൂളിൻ്റെയും ഈച്ച് ആൻഡ് എവറി ഓരോ പോയിൻ്റ്, ഒരു മില്ലിമീറ്ററും ഈ പ്ലാനിലേക്ക് വരും. അത് ഒരു ബുദ്ധിമുട്ടുള്ള മാസ്റ്റർ പ്ലാൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയൊരു സാങ്കേതികത്വം വേണമെന്ന് തോന്നും. ഒരു സ്കൂളിനെ സംബന്ധിച്ച് അത്രയൊന്നും ആവശ്യമില്ല. അവിടെയുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ആവശ്യത്തിനായി തന്നെ
വർഷങ്ങളായിട്ട് SSA കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് അനുവദിക്കുന്നുണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അന്ന് അനുവദിച്ച അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളെ അനുവദിച്ച ഫണ്ട് എങ്ങനെ പോയി എന്നുള്ളൊരു അന്വേഷണം കൂടെ വേണ്ടി. ഇതിൻ്റെ രണ്ടാം ഭാഗമല്ലേ എന്താ ഇപ്പം ആദ്യം? അതാ ഞാൻ ഇപ്പം പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ചോദ്യത്തിൽ വരണു. ഇതിലേതാ ആദ്യം വേണ്ടത്? ചോദ്യം ചോദിക്കല്ല. ഇവിടെയാണ് നമ്മുടെ പ്രയോറിറ്റിയുടെ പ്രശ്നം വരുന്നത്. നമ്മളെ ഒരു ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് ചോദ്യം വരുമ്പോൾ ഈ പ്രയോറിറ്റിയിൽ തെറ്റുന്നു എന്നുള്ളത് കൂടി ഞാൻ അങ്ങോട്ട് തിരിച്ച് പഠിപ്പിക്കുകയല്ല, സോറി.